കേസിലെ ശ്രീ KS രാധാകൃഷ്ണൻ അദ്ദേഹം വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചത്. അദ്ദേഹം കുറ്റക്കാരനാണെന്നുള്ള വിധത്തിലാണ് അദ്ദേഹം സാമൂഹ്യ മാധ്യമ പേജുകളൊക്കെ. അല്ല, അത് ഞാനാണല്ലോ പാർട്ടീൻ്റെ പ്രസിഡന്റ്, ഞങ്ങളല്ലേ NDA. അപ്പോൾ NDAൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും. ഇപ്പോൾ മറ്റേ ഇൻഡിവിജ്വലിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ അവർ ഉത്തരം നിങ്ങൾ. പാർട്ടീൻ്റെ നിലപാടും NDAൻ്റെ നിലപാടാണ് ഞങ്ങൾ ഇന്ന് പറഞ്ഞത്. അത് ഇന്നല്ല, ഒക്ടോബർ 3-ാം തീയതി മുതൽ പറഞ്ഞത് കൺസിസ്റ്റന്റ് ആയിട്ട് ഞങ്ങളുടെ നിലപാട് ഇത് തന്നെയാണ്. ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം ഒരു തന്ത്രമാണെന്ന് BJPക്ക് എങ്ങനെ പറയാൻ കഴിയും? അല്ല, ഹൈക്കോടതിയല്ലേ അതെല്ലാം നിരീക്ഷിക്കുന്നതും കേസിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും, അതെങ്ങനെയാണ് സർക്കാരിന്റെ ഒരു തന്ത്രമായി മാറുക? അല്ല, ഞാൻ എന്താ നിങ്ങൾ അങ്ങനെ ട്വിസ്റ്റ് ചെയ്യല്ലേ. ഞാൻ പറഞ്ഞത് എന്താണ്, SIT പോലീസല്ലേ, പോലീസ് കേസ് ഫയൽ ചെയ്യാതെ ഒരു അറസ്റ്റ് ചെയ്യുമ്പോൾ കോർട്ട് എന്നാ പറയുന്നത് ഒരു അയോട്ട ഓഫ് എവിഡൻസ് ഇല്ല. അത് ഹൈക്കോർട്ടല്ല പറഞ്ഞത്. ആരാണ് അറസ്റ്റ് ചെയ്തത്? SIT അല്ലേ അറസ്റ്റ് ചെയ്തത്. ആരാണ് SIT? കേരള പോലീസ് അല്ലേ. ആഭ്യന്തരമന്ത്രി ആരാണ്? പിണറായി വിജയൻജി അല്ലേ. അതല്ലേ ഞങ്ങൾ പറഞ്ഞു. ഇതിൽ എന്തിനാ കോർട്ടിനെ കൊണ്ടുവരുന്നത്? ഞങ്ങൾ പറഞ്ഞത് SIT-യിൽ, ഞാൻ ആദ്യം മുതൽ പറഞ്ഞത് SIT-യിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതല്ല ഇപ്പോ തെളിവായിട്ട് ക്ലിയർ ആയിട്ട് പുറത്തു വരുന്നു. ഇല്ല, ഞാൻ തന്ത്രിനെ അറസ്റ്റ് ചെയ്ത ദിവസം NDAന്റെ നിലപാട് ഞാൻ കൃത്യമായി പറഞ്ഞ കാര്യം ഇന്നും പറയുന്നു. തന്ത്രിനെ ന്യായീകരിക്കാൻ BJP NDA ഇറങ്ങുന്നില്ല. അത് റൂൾ ഓഫ് ലോ, പ്രോസസ് ഓഫ് ലോ തീരുമാനിക്കും ആരാണ് നിരപരാധി, ആരാണ് അപരാധി. അത് ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരു വാക്കും പറയുന്നില്ല. പക്ഷേ SIT-യിൽ ആദ്യം മുതൽ ഞങ്ങൾക്ക് വിശ്വാസമില്ലാന്ന് ഞാൻ ആദ്യം പറഞ്ഞു, ഇന്നും പറയുന്നു. അതിൻ്റെ തെളിവായിട്ടാണ് ഹൈക്കോർട്ട് പറഞ്ഞത് തന്ത്രിനെ അറസ്റ്റ് ചെയ്തത് വിത്തൗട്ട്, ഞാൻ കോട്ട് ചെയ്യുന്നു, വിത്തൗട്ട് എൻ അയോട്ട ഓഫ് എവിഡൻസ്. അല്ല, കോർട്ട് പറഞ്ഞു വിത്തൗട്ട് എൻ അയോട്ട ഓഫ് എവിഡൻസ്.